ഇന്ന് IFPHന്റെ മുടങ്ങാതെ നടന്നു വരുന്ന വെബ് പരമ്പരയുടെ 1576 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമുക്ക് അതിഥിയായി നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് IFPHന്റെ തന്നെ സ്വന്തം അമ്മയായ ശാന്താചന്ദ്രൻ മാഡമാണ്. കൂടാതെ നമ്മുടെ ഹോമിയോപ്പതിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് നമ്മുടെ ശാന്താചന്ദ്രൻ മാഡം. കാരണം എന്ന് വെച്ചാൽ ധാരാളം വന്ധ്യതാ കേസുകൾ സക്സസ് ആയി ചികിത്സിക്കുകയും ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത നമ്മുടെ നമ്മുടെ ഒരു ഹോമിയോപ്പതി കൊണ്ട് ഇതെല്ലാം സാധിച്ചെടുക്കുന്ന ഒരു ഹോമിയോപ്പതിയുടെ തന്നെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്ന നമ്മുടെ ശാന്താചന്ദ്രൻ മാഡമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഇന്നത്തെ വിഷയം ആർത്തവ സമയത്തുള്ള വയറുവേദനയും അഥവാ ഡിസ്മനോറിയ, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ളതാണ് ഇന്ന് മാഡത്തിന്റെ വിഷയം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമുക്ക് നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്കായി ശാന്താചന്ദ്രൻ മാഡത്തിന് ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. മാഡം ക്ലാസ് തുടങ്ങും. IFPHന്റെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. IFPHന്റെ എല്ലാ സാരഥികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമ്മുടെ ഹോമിയോപ്പതിയുടെ ആചാര്യനായ സാമുവൽ ഹനുമാനെ ഓർക്കുന്നതോടൊപ്പം ഈ ഹോമിയോപ്പതി എന്ന ഡിവൈൻ ശാസ്ത്രം പഠിക്കാൻ എനിക്ക് അവസരം നൽകിയ എൻ്റെ മാതാപിതാക്കളോടും എല്ലാ ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഇന്നത്തെ ക്രിസ്മസിന്റെ ഈ സന്തോഷമുള്ള ദിനത്തിൽ എനിക്കിതുപോലൊരു അവസരം തന്ന IFPHന്റെ എല്ലാ ധനേഷ് ഡോക്ടർ എല്ലാവർക്കും സാരഥികൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ഡിസ്മനോറിയ, അതായത് വേദനയോടുകൂടിയ ആർത്തവം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന, എല്ലാ ദിവസവും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ ഡിസ്മനോറിയ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വേദനയോടുകൂടിയ ആർത്തവം. ഈ ആർത്തവ സമയത്തും അതിനോട് അല്പം മുൻപോ പിൻപോ കഠിനമായ വയറുവേദന അനുഭവപ്പെടുന്ന അവസ്ഥ, അതാണ് ഡിസ്മനോറിയ. കൗമാരപ്രായത്തിൽ കൂടുതലായി കണ്ടുവരുന്നു. ഇത് പ്രസവത്തിന് ശേഷം ഇത് കുറവായി വരുന്നു. ഗർഭാശയ സംബന്ധമായ പല രോഗങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം. ഇതിന്റെ ഇന്റൻസിറ്റി ഓഫ് ഡിസ്കംഫർട്ട് വിൽ ബി അക്കോർഡിംഗ് ടു ദ പാത്തോളജി. പാത്തോളജിയുടെ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ഇന്റൻസിറ്റി പറയുന്നത്. ഇഫ് ഓൾ ദ ഓർഗൻസ് ഓഫ് ജനറേഷൻ are and their surrounding tissues are in perfect form and vigor, blood and nervous system are unimpaired, menstruation will take place without creating any problem. നമ്മൾ ഈ ജെനിറ്റൽ ഓർഗൻസും അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സീറസ് ടിഷ്യൂസ്, വെയിൻസ്, ബ്ലഡ് വെസൽസ്, അതിന്റെ പൊസിഷനും എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്കൊരു സിവിയറിറ്റി, അങ്ങനെ ഒരു പെയിൻ ഉണ്ടാവില്ല. ഒരു മിയർ ഡിസ്കംഫർട്ട് മാത്രമാണ് ഉണ്ടാവുക. പിന്നെ സിവിയറിറ്റി ഓഫ് ദ കംപ്ലൈന്റ് ഈസ് അക്കോർഡിംഗ് ടു പാത്തോളജി. ഇതിലെ പാത്തോളജി അനുസരിച്ചിട്ട്, അതായത് ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കുക, ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് പൊസിഷൻ ഓഫ് ദ യൂട്രസ്. യൂട്രസിന്റെ പൊസിഷൻ ഓഫ് ദ പൊസിഷന്റെ ചേഞ്ച്, ഷേപ്പ് ഓഫ് ദ യൂട്രസ്. ഇനി വരുന്നത് കൺജഷൻ ഓഫ് യൂട്രസ്, ഓവറീസ് ഓർ സറൗണ്ടിങ് സെല്ലുലാർ ടിഷ്യൂസ്. യൂട്രസിന് ചുറ്റുമുള്ള ടിഷ്യൂസ് എല്ലാം അതിന് കൺജഷൻ വരുമ്പോഴത്തേക്ക്. പിന്നെ വരുന്നത് condition of blood vessels and a nervous system, creating a tendency to neuralgia. Certain
nerves-ഉം blood vessels-ഉം creating a tendency to neuralgia. അത് uterine nerves as a consequence being a state of hyperplasia. അതാണ് നമ്മൾ റീസൺസ്. അപ്പൊ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിസ്മെനോറിയ എന്താണ്, അതിന്റെ പത്തോളജിയെ കുറിച്ച് നമുക്ക് കാണാം. ഒന്ന്, ഫസ്റ്റ് ഈസ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ. സെക്കൻഡ് ഈസ് ന്യൂറാൾജിക് ഡിസ്മെനോറിയ. തേർഡ് വൺ ഈസ് മെംബ്രേനസ് ഡിസ്മെനോറിയ. ഫോർത്ത് വൺ ഈസ് ഒബ്സ്ട്രക്റ്റീവ് ഡിസ്മെനോറിയ. തീർച്ചയായിട്ടും നമ്മളൊരു സിംറ്റം, ഒരു പേഷ്യന്റ് വന്നൊരു ലോവർ അബ്ഡമൻ പെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ് ഇത് വെച്ചിട്ട് നമ്മുടെ അല്ലെങ്കിൽ മയസ്മാറ്റിക് ആയിട്ടുള്ള നമ്മൾ ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് എന്തുകൊണ്ട് പെയിൻ വരുന്നു എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അത് ഇന്നത്തെ സിറ്റുവേഷനിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്താണ്? ഓൾ മെൻസ്ട്രൽ പീരീഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് കൺജഷൻ ഇസ് നോർമൽ. എല്ലാ ഓർഗൻസിലും ഒരു കൺജഷൻ മെൻസ്ട്രൽ പീരീഡിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് വെനെവർ ഫ്രം എനി കോസ് ദിസ് നോർമൽ കൺജഷൻ ഇൻക്രീസ് ഫിസിയോളജിക്കൽ ബിയോണ്ട് ഫിസിയോളജിക്കൽ ലിമിറ്റ് എന്ന് ഇത് കൂടുമ്പോഴാണ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ. കൺജസ്റ്റീവ് ഡിസ്മെനോറിയയിൽ എന്താ സംഭവിക്കുക? മേ ഒക്കർ ഇൻ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ വരുന്നത് യൂഷ്വലി ഇൻ അനീമിക് ആൻഡ് വീക്ക് ഗേൾസ്. പിന്നെ ജനറൽ പ്ലിത്തോറ. പിന്നെ സെഡൻഡറി ഓർ ലക്ഷൂറിയസ് മോഡ് ഓഫ് ലൈഫ്. ഹു ഈസ് ലീഡിങ് എ സെഡൻഡറി ആൻഡ് ലക്ഷൂറിയസ് മോഡ് ഓഫ് ലൈഫ്. പിന്നെ എക്സ്പോഷർ ടു കോൾഡ് ആൻഡ് വെറ്റ് വെതർ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് യൂട്രസ് that can cause congestion. Fibroid tumor, chronic metritis, endometritis, salpingitis, ovaritis, pelvic cellulitis, pelvic peritonitis. അപ്പോൾ എല്ലാ ഐറ്റിസ് നമ്മൾ കൺജഷൻ, ഇൻഫ്ലമേഷൻ, ഇൻഡ്യൂറേഷൻ വരുമ്പോൾ എല്ലാ ഇൻഫ്ലമേറ്ററി കണ്ടീഷനുമാണ് നമ്മൾ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. സിംറ്റംസ് എന്താ? കംപ്ലൈന്റ് സ്റ്റാർട്ട്സ് വിത്ത് എപ്പോഴും കൺജസ്റ്റീവ് ഡിസ്മെനോറിയയിൽ കംപ്ലൈന്റ്സ് വിൽ സ്റ്റാർട്ട് ഫ്യൂ ഡേയ്സ് ബിഫോർ ദ പീരിയഡ്സ്. ദാറ്റ് ഈസ് ഫീലിംഗ് ഓഫ് ഫുൾനെസ് ആൻഡ് വെയിറ്റ് ആൻഡ് ഹീറ്റ് ഇൻ പെൽവിസ്. പറയൂല്ലേ പ്രീമെൻസ്ട്രൽ കംപ്ലൈന്റ്സ്, ദാറ്റ് ബ്ലോട്ടിംഗ്, പിന്നെ ഒരു വീക്ക് ഫീലിംഗ്, ഇതെല്ലാം പ്രീമെൻസ്ട്രൽ കംപ്ലൈൻസ് നമ്മൾ പറയുന്നത് PMS. Flow starts with more or less violent symptoms of congestion or inflammatory in nature. Flow starts with more or less violent symptoms and congestion or inflammatory nature. Flushed face, hot skin, increased temperature, hypogastrial pain, hypogastrial distension, സെൻസിറ്റീവ് ടു ടച്ച്, വയറ് വേദന, വയറ് വീർത്തിരിക്കുക, പനി, പിന്നെ ഹോട്ട് ഫ്ലഷസ്, തലവേദന, അങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടാണ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ വരിക. കൂടുതലും മിക്കവരും പറയാം ലെഫ്റ്റ് സൈഡ് ഓവേറിയൻ പെയിനോട് കൂടിയിട്ടാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോ വരുവാണെങ്കിൽ ഇഫ് ദ ഫ്ലോ കംസ് ഫ്രീലി പെയിൻ മേ ബി റിലീവ്. ഫ്ലോ ക്ലിയർ ആയിട്ട് വന്നാൽ പെയിൻ കുറയാറുണ്ട്. Suffering will be extend several days. Some individual it become a habit. Relief comes only with the menopause. ചില പ്ലിത്തോറിക് ആയിട്ടുള്ള കാർക്ക് ഇത് ഈ കംപ്ലൈന്റ് അതിങ്ങനെ ഒരു റുട്ടീൻ ആയിട്ടങ്ങ് പോകും. അത് മെനപ്പോസ് ആകുമ്പോൾ മാത്രമാണ് മാറുന്നത്. ട്രീറ്റ്മെന്റ് നമ്മൾ ഇതുപോലത്തെ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ വരുമ്പോൾ നമുക്ക് പേഷ്യൻസിനോട് പറയുക, ചൂട് വെക്കാൻ പറയുക. ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു if it is due to displacement or structural disease including chronic pelvic inflammation, this condition must be treated. ഒരു യൂട്രൈൻ ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിസീസോ
അത് പെൽവിക് PID ഒക്കെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റിലീഫ് കിട്ടുകയുള്ളൂ. In such cases, dysmenorrhea is only one of the many symptoms that result from pathological state. Whatever it may be, the symptom itself cannot be overcome without first removing the cause. കാരണം മാറ്റാതെ നമുക്ക് ഈ വേദന കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പീരീഡ് വരുന്നതിന് ബിഫോർ പീരീഡ്, ഡ്യൂറിങ് പീരീഡ്, ആഫ്റ്റർ പീരീഡ് കൺജസ്റ്റീവ് സിംറ്റംസ് കളക്ട് ചെയ്തിട്ട് ആ രീതിയിലുള്ള മെഡിസിൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റിലീഫ് കിട്ടുള്ളൂ. അതിന്റെ റീസൺ ആണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ വരുന്ന നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് വരുന്നത് നമുക്ക് എപ്പോഴും അറിയാം, കൺജസ്റ്റീവ് മെഡിസിൻസ്, ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ലൈക്ക് അക്കണൈറ്റ്, എപ്പിസ്, ബെൽഡോണ, ബ്രയോണിയ, സിൻസിഫുക, ഫെറംഫോസ്, ലക്കേസിസ്, നക്സോമിക്ക ആൻഡ് വൈബാർമോപ്പനസ്. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, സാധാരണ കൊടുക്കുന്നതാണ്, എന്നാലും ഞാനൊന്ന് മെൻഷൻ ചെയ്തു. അപ്പൊ ദാറ്റ് ഈസ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ. ഇനി നമുക്ക് വരുന്നത് ന്യൂറാൾജിക് ടൈപ്പില് നമുക്ക് ഇവിടെ യൂഷ്വലി നോ സ്ട്രക്ചറൽ ലീഷൻ ഓർ ഓർഗാനിക് ഡിസോർഡർ. അവിടെ ഒരു സ്ട്രക്ചറൽ ഡിസോർഡറോ ഓർഗാനിക് ഡിസോർഡറോ ഇല്ല. യൂഷ്വലി പ്രസൻസ് ഓഫ് എ ന്യൂറോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നെർവസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ന്യൂറോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആൾക്കാരിലാണ് ഇത് ജനറൽ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇത് ഇൻ ജനറൽ ന്യൂറോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ദ നെർവസ് സിസ്റ്റം ഈസ് മോർ അഫക്റ്റഡ്. അപ്പൊ ജനറൽ നെർവസ് സിസ്റ്റം ആർ അഫക്റ്റഡ് പ്ലസ് അത് യൂട്രൈൻ നെർവ്സ് പർട്ടിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് ദാറ്റ് ഈസ് ന്യൂറാൾജിയ, അതാണ് ന്യൂറാൾജിക് ഡിസ്മെനോറിയ. അപ്പൊ അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ ന്യൂറാൾജിക് പെയിൻ പീരീഡിന് മുമ്പ് തന്നെ തലവേദന വരിക, വയറുവേദന വരിക, അത് ഈ ഡിസ്റ്റന്റ് പാർട്സിലെല്ലാം വേദന വന്നിട്ട് ദാറ്റ് വിൽ കോൺസെൻട്രേറ്റ് ദ ഫോഴ്സ് ഓഫ് ഓൺ യൂട്രൈൻ നെർവ്സ്. മറ്റ് പാർട്ടിലൊക്കെ നമുക്ക് പെയിൻ ഒക്കെ ഫീൽ ചെയ്തിട്ട് യൂട്രൈൻ നെർവ്സിൽ കൂടുതൽ പ്രോമിനന്റ് ആകുമ്പോഴാണ് നമുക്ക് ആ മെൻസ്ട്രൽ കൺജഷൻ ഉണ്ടാക്കിയിട്ട് പെയിൻ വരും. Nerves play a part, അത് corresponding to that of the vessels in the congestion form. Neuralgic diathesis ഈ nerves blood vesselsൽ കൺജഷൻ ഉണ്ടാക്കി അത് അങ്ങനെ വരുന്ന പെയിൻ. ഇറ്റ് ക്യാൻ ബി ഹെറിഡിറ്ററി ആയിട്ട് വരാം. ന്യൂറാൾജിക് ഡയത്തസിസ് ഹെറിഡിറ്ററി ഓർ അക്വയർഡ്. റീസൺ ഏതൊക്കെയാണ്? ഹിസ്റ്റീരിയ, ക്ലോറോസിസ്, പ്ലിത്തോറ, ഗൗട്ടി ഓർ റുമാറ്റിക് ഡയത്തസിസ്, പിന്നെ മെന്റൽ ഡിപ്രഷൻ, ലക്ഷൂറിയസ് ലൈഫ് ഹാബിറ്റ്സ്, ഒണാനിസം, എക്സസീവ് സെക്ഷൽ ഇൻഡൾജൻസ് ആൻഡ് അൺഗ്രാറ്റിഫൈഡ് സെക്ഷൽ ഡിസൈർ, ഓവറാൾജിയ. ഇത്രയുമാണ് ഈ ന്യൂറാൾജിക് ഡിസ്മെനോറിയയിൽ വരുന്ന റീസൺസ് അതൊക്കെയാണ്. അപ്പോൾ ഡ്യൂറിങ് ഇവിടെ പത്തോളജിക്കൽ സിംറ്റംസ് ഇല്ല, ഓൺലി ന്യൂറാൾജിക് ദാറ്റ് നെർവസ് ഡിസോർഡർ ഇസ് ദർ. അപ്പൊ സിംറ്റംസ് എന്തായിരിക്കും? Symptoms will be during the intermenstrual period. They feel only a sensation of weakness, headache, neuralgia of other nervous affections, including hysteria. During intermenstrual period, they feel only a sensation of weakness. Pinna talavedana, neuralgia of other nervous affections, including hysteria, temper tantrums, tendency to melancholy, inconvenience until the menstrual period arrives, and excruciating pain in uterine region and back and lower. Disappear when the flow established. ഈ വേദന ഇന്റർമെൻസ്ട്രൽ പീരീഡിൽ വലിയ പ്രശ്നങ്ങളില്ല, ചെറിയ ഡിസ്കംഫർട്ട് ഒക്കെ മാത്രം തോന്നും. പിന്നെ പീരീഡ് വന്നു കഴിഞ്ഞ് അതിന്റെ ഇന്റൻസിറ്റി എക്സ്ക്രൂസിയേറ്റിംഗ് പെയിൻ വന്നു കഴിയുമ്പോൾ യൂട്രൈൻ റീജിയനിലും ബാക്കിലും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും
ഈ വേദനകളെല്ലാം നിൽക്കാറുണ്ട്. ഇൻ സം വുമൺ പെയിൻ എക്സ്പീരിയൻസ് ഇൻ ഡിസ്റ്റന്റ് പാർട്സ് ലൈക്ക് ഐസ്, ഫേസ്, ബോഡി ഇൻസ്റ്റെഡ് ഓഫ് യൂട്രൈൻ റീച്ച്. അങ്ങനെ പറയാറുണ്ടല്ലോ, തലവേദനയോടുകൂടി പീരീഡ് വന്നു, പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഫേഷ്യൽ പെയിനോടുകൂടിയിട്ട് വന്നു. അപ്പൊ ദിസ് ഡിഫറെന്റ് ലൊക്കേഷൻ അറ്റ് ദ സെയിം ടൈം, പെയിൻ ഫീൽസ് ഇൻ ഡിഫറെന്റ് ലൊക്കേഷൻ അറ്റ് ദ സെയിം ടൈം. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ വരുന്ന പേഷ്യൻസിൽ അവരുടെ കാലും ഫീറ്റ് ആൻഡ് ഹാൻഡ് ബിക്കം കോൾഡ് ആഫ്റ്റർ ദ അറ്റാക്ക്, യൂഷ്വലി greatly exhausted for several days. Okay, that is neuralgic dysmenorrhea. ഇവിടെ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻസ്, all hysteric medicines you can apply in this condition. Belladonna, Colophyllum, Chamomilla, Simsifuga, Gelsemium, Hyoxyamus, Ignatia, Platina, Pulsatile and Chandoside. നമ്മൾ ടെമ്പർ ട്രാൻഡ്രംസ് ഒക്കെ വന്ന് ക്യാമോമില് ദേഷ്യം കൊണ്ട്, ദേഷ്യം കാരണം പെയിൻ വരുമ്പോൾ നമുക്ക് എന്താ പറയാ, കൺജസ്റ്റീവ് ന്യൂറാൾജിക്ക് നമ്മൾ ക്യാമോമില കൊടുക്കും. ആങ്കർ, പെയിൻ ഫ്രം ആങ്കർ ക്യാമോമില, ബോഡി പെയിൻ നക്സോമിക്ക. അപ്പൊ അങ്ങനെ വരുന്ന കാറ്റഗറീസിലുള്ള റെമഡീസ് ആണ് ഈ ന്യൂറാൾജിക് ഡിസ്മെനോറിയ. ഇനി ഇസ് മോസ്റ്റ് പെയിൻഫുൾ മെൻസസ്. അടുത്തത് മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് മെംബ്രേനസ് ഡിസ്മെനോറിയ. മെംബ്രേനസ് ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ പെയിൻഫുൾ മെൻസസ് അക്കമ്പനീഡ് വിത്ത് ലാർജ് ക്ലോട്ട്സ് ആൻഡ് സ്മോൾ പീസസ് of the lining of the endometrium is called membranous dysmenorrhea. Sometimes during the intermenstrual period, the entire lining of the lining membrane of uterus is lifted from the base and is separated so as to ready for extrusion at once the next menstrual period. Intermenstrual period, that whole uterine membrane that is lifted from the base. That is excess development of mucous membrane. Sometimes the membrane was deciduous and in its character the product of abnormal conception. ഇത് നമ്മൾ മെംബ്രേനസ് ഡിസ്മെനോറിയയിലാണ് നമുക്ക് എൻഡോമെട്രൈറ്റിസ് വരുന്നത്. പിന്നെ അതല്ലാതെ മിക്കവാറും ഇങ്ങനത്തെ ഈ കണ്ടീഷനിലാണ് ഒരു ബോഡി എക്സ്പെൽ ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷന്, ഏർലി അബോർഷൻ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ മെംബ്രേനസ് ഡിസ്മെനോറിയയിലാണ്. അത് സിംറ്റംസ് എന്തൊക്കെ? പീരീഡ് സ്റ്റാർട്ട്സ് വിത്ത് സ്ലൈറ്റ് പെയിൻ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെയിൻ തുടങ്ങി ഗ്രാജുവലി ഇറ്റ് ഇൻക്രീസ് ടു വെരി സിവിയർ കണ്ടീഷൻ, വെരി സിവിയർ. ആൻഡ് when the membrane is severe, it is extreme when the membrane is up to the membrane is expelled, usually second day or third day or fourth day ആവുന്നവരെ ഈ പെയിൻ സിവിയറിറ്റി will be there. Once ഈ മെംബ്രെയിൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ there is no pain. ചിലപ്പോൾ പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഒന്നിനും ഉണ്ടാവാറില്ല, സ്കാൻറ്റി ബ്ലീഡിങ് ആയിരിക്കാം. പക്ഷെ ഈ മെംബ്രെയിൻസ് plugs on the cervix so that the blood is retained and is discharged in clots after expulsion of membrane. അപ്പൊ നമ്മൾ ഹെമറ്റോമെട്ര എന്നൊക്കെ പറയില്ലേ, യൂട്രസിനകത്ത് ഹെമറ്റോമെട്ര എന്നൊക്കെ പറഞ്ഞ് യൂട്രസിനകത്ത് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഇത് പോകുമ്പോഴാണ്, ആ മെംബ്രെയിനോടുകൂടി പോകുമ്പോൾ മാത്രമാണ് ദറ്റ് സിവിയറിറ്റി ഓഫ് ദ പെയിൻ, ദാറ്റ് ഈസ് ഒരു പോർഷൻ ഓഫ് ദ എൻഡോമെട്രിയൽ തിക്നെസ് ഇൻക്ലൂഡിങ് എൻഡോമെട്രിയൽ യൂട്രൈൻ മസിൽസ് വരെ പോകുന്നൊരു കണ്ടീഷനാണ് ഈ എൻഡോമെട്രിയൽ മെംബ്രേനസ് ഡിസ്മെനോറിയ. ഇതിന്
നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മെഡിസിൻ ക്യാവിറ്റി ബോറാക്സ്, ബ്രോമിയം, ബ്രയോണിയ, കൽക്കേരിയ കാർബ്, കാന്താരിസ്, ഹോളോഫിലം, അയഡം, റസ്റ്റോക്സ്, യുസ്റ്റിലാബ്. ബോറാക്സ് ആണ് ഏറ്റവും സിവിയർ മെംബ്രേനസ് ഡിസ്മെനോറിയയ്ക്കുള്ള മെഡിസിൻ. അതുകൊണ്ട് തന്നെയാണ് അത് ഇൻഫെർട്ടിലിറ്റിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നത് മെംബ്രേനസ് ഡിസ്മെനോറിയ. And the last one is obstructive dysmenorrhea. ഇതില് obstructive dysmenorrhea, there is a variety of dysmenorrhea, partial obstruction or complete closure of obstructive of a genital canal, causing an impediment to the free escape of menstrual blood and only expelled by violent spasmodic pain. ഇതൊരു partial or complete closure and obstruction of the genital canal. അപ്പോൾ അത് that causing impediment to the free escape of menstrual blood and only expelled by violent spasmodic pain. Obstruction എവിടെയൊക്കെ വരാം? That can be in cervical canal, canal obstruction വരാം, and ഓസിൽ വരാം, cervical os, and it may be in vagina, vaginal വരാം, പിന്നെ vulvയിൽ വരാം, vulva. The next is atresia of the cervix. Atresia of the cervix, atresia of the vagina. അത് congenital, it can be congenital or acquired. Atresia of the hymen, stenosis of cervix, flexion or version of uterus, and fibroid tumors in cervix. Uterine polyp obstructing cavity or neck as a ball valve at the os, internal osum. Uterine polyp വന്നിട്ട് obstruct ചെയ്തിട്ട് ഒരു തടസ്സം ഉണ്ടാക്കി, ഒരു ബോൾ വാൽവ് പോലെ തടസ്സം ഉണ്ടാക്കി ഇന്റേണൽ ഓസം തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കും. ഇത് നമ്മളൊരു ഡിസ്മെനോറിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോഴും പെയിൻ മാറുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശരിക്ക് നമ്മളൊരു കുറച്ച് നാൾ നമ്മുടെ മയസ്മാറ്റിക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് കുറയുന്നില്ല എന്ന് കാണുന്ന ഒരു തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷന് പറഞ്ഞയക്കണം. ഒരു അൾട്രാസൗണ്ട് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഒരു CT സ്കാനോ അതൊക്കെ ചെയ്യേണ്ടി വരും. കാരണം കൺജനിറ്റൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ ഒക്കുള്ളൂ. ഇപ്പൊ സെർവൈക്കൽ കനാലിലൊക്കെ അട്രോഫി വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഹൈമൻ അട്രേഷ്യ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ മെഡിസിൻ കൊടുത്താൽ ഓഫ് കോഴ്സ് നമുക്ക് തയോസിയാമിനം, തൂജ ഇതൊക്കെ കൊടുക്കുമ്പോൾ കുറയെങ്കിലും നമുക്കതൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമുക്കത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു സർജിക്കൽ, യൂഷ്വലി ഒബ്സ്ട്രക്റ്റീവ് ഡിസ്മെനോറിയസ് സർജിക്കൽ കേസാണ്. അത് ഹൈമൻ അക്ടമി ചെയ്യോ അല്ലെങ്കിൽ ഡയലറ്റേഷൻ ഓഫ് ദ ഓസ് അല്ലെങ്കിൽ സർവൈക്കൽ പോളിപ്പ് റിമൂവ് ചെയ്യോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ സിംറ്റംസ് പറയുകയാണെങ്കിൽ there will be no symptoms until the accumulation of blood. ഇതിൽ യൂട്രസിനകത്ത് ബ്ലഡ് വന്ന് നിറഞ്ഞ് വരുന്ന വരെയും അവിടെ ഒരു സിംറ്റംസ് ഉണ്ടാവില്ല. യൂട്രസിലെ ദാറ്റ് accumulation of blood in the uterus causing distension and a weak spasmodic contraction, pain become more and more severe, expulsion effort resembling abortion is more painful. This is that discharge is more or less discharge will give amelioration. Discharge may be drop by drop and uterine contraction followed by gushes of bleeding. Drop by drop വന്നിട്ട് പെട്ടെന്ന് gushes ആയിട്ട് it will bleed.
according that contraction വരുമ്പോഴത്തേക്ക്. In some cases, flow is existed for a long period. കുറേ നാളത്തേക്ക് ഉണ്ടാവും. Reflex symptoms will be present. ഇവിടെ യൂട്രസിനകത്ത് അക്യൂമുലേഷൻ വരുമ്പോൾ there is a reflex symptoms will be present. Reflex symptoms എന്ന് പറയുമ്പോൾ എന്താണ്? There will be vomiting, indigestion, പിന്നെ rectal or vesical tenesmus. പീരീഡ് വരുന്നതോട് കൂടിയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നു, വോമിറ്റിംഗ് വരുന്നു, യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, നെർവസ് ഡിസോർഡർ വരുന്നു, ഉറക്കമില്ലായ്മ വരുന്നു, കോറിയ, സംടൈംസ് ക്രാംസ് ആൻഡ് ഈവൻ കൺവൾഷൻ തന്നെ വരാം ആ പീരീഡിന്റെ സമയത്ത്. അപ്പോഴാണ് നമ്മളത് ഒബ്സ്ട്രക്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയും. The treatment എന്തെന്നാ? The obstruction which give rise purely mechanical. അത് സർജറി വേണ്ടി വരും. കൺജനിറ്റൽ ബ്ലോക്ക് ആണെങ്കിൽ അതിന് സർജറി, പ്യുവർ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അവിടെ വരിക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ശൈല, ഇനി എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒബ്സ്ട്രക്റ്റീവ് ഡിസ്മെനോറിയ വരുമ്പോൾ നമ്മൾ കോളിൻസോണിയ കൊടുക്കും. കൺജസ്റ്റീവ് ഡിസ്മെനോറിയക്ക് അക്കണൈറ്റ്, എപ്പിസ്, അതിന്റെയൊക്കെ സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. Membranous dysmenorrhea is more prominent in borax, bromium, bryonia and cantharis. ഒബ്സ്ട്രക്റ്റീവിന് നമുക്ക് കോളിൻസോണിയ, തൂജ ഒക്കെ വരുമല്ലോ. മാഡം, മറ്റേ മറ്റേ മെമ്പറേനിയസ് ഡിസ്മെനോറിയയുടെ കാര്യം പറഞ്ഞല്ലോ. അത് അതിന്റെ കാരണം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? അതിന്റെ എങ്ങനെയാണെന്നാണ്? അതിന്റെ മെഡിസിൻ അല്ല, അതിന് മുമ്പ് പറഞ്ഞ മെമ്പറേനിയസ് ഡിസ്മെനോറിയ വരുന്നത് അതാ ഇന്റർ മെൻസ്ട്രൽ പീരീഡില് ഇതിലേക്ക് കൂടുതൽ ഹൈപ്പറേമിയ വരും. ഹൈപ്പറേമിയ, കൂടുതൽ ബ്ലഡ് ഫ്ലോ വന്നിട്ട് എൻഡോമെട്രിയം തിക്നെസ് വിൽ ബി മോർ. എൻഡോമെട്രൈറ്റിസ് ഒക്കെ വരില്ലേ? അപ്പൊ എൻഡോമെട്രിയം തിക്നെസ് കൂടുതലായിട്ട് വരും. ഇത് ഇന്റർ മെൻസ്ട്രൽ ടൈമില് ഇത് ഈ മെംബ്രെയിൻ ഓഫ് യൂട്രസ് ഇസ് ലിഫ്റ്റഡ് ഫ്രം ദ ബേസിന്ന് ലിഫ്റ്റഡ് ആയിട്ട് അത് അടുത്ത പീരീഡിന് അത് എക്സ്ക്രൂട്ട് ചെയ്തിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ അവിടെ ഒരു ഇംപ്ലാന്റേഷനോ ഒരു കൺസെപ്ഷനോ ഒരു പ്രഗ്നൻസിയോ വന്നിട്ടുണ്ടെങ്കിലും അത് അവിടെ റീറ്റെയിൻ ചെയ്യുള്ളൂ. ദാറ്റ്സ് വാട്ട് എൻഡോമെട്രൈറ്റിസിൽ വരുന്ന കംപ്ലൈന്റുകൾ. എൻഡോമെട്രിയം തിക്നെസ് കൂടിയിട്ട് ഈ എൻഡോമെട്രിയം ലൈനിങ് ഓഫ് മെംബ്രെയിനും ഈവൻ നമ്മൾ അഡിനോമയോസിസ് ഒക്കെ പറയില്ല, അപ്പൊ ഇതെല്ലാം കൂടെ പോകും. അപ്പൊ അവിടെ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷനും കൂടെ ദിസ് ഈസ് വെരി മോർ പെയിൻഫുൾ പീരീഡ്. അവിടെ നമുക്കൊരു എൻഡോമെട്രൈറ്റിസ് ആണ് അതിന്റെ റീസൺ. ഇവിടെ ഒരു കൺസെപ്ഷനും ആ പെയിൻ മാറിയെങ്കിൽ മാത്രമേ അതവിടെ ഒരു പ്രഗ്നൻസി ശരിയാവുള്ളൂ. അപ്പൊ ഈ പെയിൻ വരുമ്പോ നമുക്ക് ആദ്യമൊന്നും പെയിൻ ഉണ്ടാവില്ല. പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലൈറ്റ് പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ വേദന കൂടി 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 ഈ മെംബ്രെയിൻ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ആ പ്ലഗ് പോലെ ഇപ്പൊ പേഷ്യൻസ് വന്ന് പറയാറില്ലേ, വലിയ ക്ലോട്ട് പോയി, ചെറിയ ക്ലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേണ് എനിക്ക് ബെറ്റർ ആയെന്ന് പറയും അല്ലേ? വലിയ ക്ലോട്ട്സ് ആയിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് മെംബ്രെയിനസ് ഡിസ്മെനോറിയ. അപ്പോ അത് സെർവിക്സിന്റെ അവിടെ വന്ന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ആ ക്ലോട്ട് പോയി കഴിയും. സാധാ നോർമൽ ഇതിലും കുറച്ചൊരു എക്സ്പോളിയേഷൻ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഇത് മെംബ്രെയിന് ഈ എൻഡോമെട്രൈറ്റിസിൽ എന്താ വരുന്നത്? എൻഡോമെട്രിയം തിക്നെസ് കൂടുമല്ലോ, കൂടിയിട്ട് അവിടെ ഇൻഫ്ലമേഷനും വരും. അപ്പൊ അത് സിവിയർ പെയിൻ. എന്നിട്ട് എൻഡോമെട്രിയം നമ്മുടെ യൂട്രൈൻ ഇന്നർ മെംബ്രെയിന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് പ്ലഗ് പോലെ വന്ന് സർവിക്സിന്റെ അവിടെ വന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അത് പിന്നെ ഭയങ്കര സ്പാസ്മോഡിക് പെയിൻ വന്നിട്ടാണ് അത് പോയി കഴിയുമ്പോ ക്ലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഡെലിവറി പോലെ പോണ്ടി വരും. അതുപോലെ തന്നെ അതാണ് കൈൻഡ് ഓഫ് ഏർലി അബോർഷൻ വരുന്ന പോലെ ഉള്ള പെയിൻ ഉണ്ടാവും. പറയാറുണ്ടല്ലോ പേഷ്യൻസ്, പ്രസവ വേദന പോലത്തെ വേദനയാന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ആ വേദന കാലിലേക്ക് വരാം, ഡിസ്റ്റന്റ് പാർട്സിലേക്ക് പോകാം എല്ലാം. അപ്പൊ നമ്മള് ശാന്തോസൈലം ഒക്കെ കൊടുക്കുന്ന കണ്ടീഷൻ വരും. അല്ലെ, നമ്മളുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ തിയറി പ്രകാരം ലൊക്കേഷൻ, സെൻസേഷൻ,
മൊഡാലിറ്റി, കൺകോമിറ്റൻസ്, ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ സിംറ്റംസ് എടുക്കുമ്പോൾ മെമ്പറേനസിലേക്കും ഇതിലേക്കൊക്കെ വരും. എങ്കിലും നമ്മൾ ഇതിന്റെ വേരിയസ് വേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ മാഡം, മാഡത്തിനോട് എന്തോ ചോദിക്കാനോ പറയാനോ ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ എന്ത് പറയാനാ, പക്ഷെ ഇത് ഒരു എന്റെ ഒരു ഉപഗുരുവാ ഈ അങ്ങനെയൊന്നും പറയല്ലേ എന്റെ ഒരു ഉപഗുരുവാണ് അവന്. ഞാനൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം, ഒരു സജഷൻ കൂടെ പറയാറുണ്ട്. നമ്മള് ഈ ഡിസ്മെനോറിയ ആയിട്ട് വരുന്ന രോഗികളുടെ എല്ലാം ബ്ലഡ് റിപ്പോർട്ട് ചെയ്യും, ബ്ലഡ് പരിശോധിക്കണം. അതായത് റുട്ടീൻ എക്സാമിനേഷൻ നടത്തും. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ ഈ HB കുറവുണ്ടെങ്കിൽ സിവിയർ ഡിസ്മെനോറിയ കാണിക്കും. ആ സ്ഥാനത്ത് നമ്മൾ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് വേദന കുറയും. ചിലപ്പോൾ ഒരു 8 കാണത്തുള്ളൂ, 8, 7. കാര്യം ഈ സ്ത്രീകളിൽ മിക്കവാറും ഇങ്ങനെ ഈ ബ്ലീഡിങ് കൂടുതലായിട്ടുള്ളവർക്കെല്ലാം ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ആ സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്ന മരുന്ന് ഫെറമെറ്റ് 200 ഒരു ഡെയിലി ഒരു ഡോസ് വെച്ച് കൊടുക്കും. അതിന്റെ കൂട്ടത്തില് ഫെറമെറ്റ് 3x കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കുറയും. അവരുടെ ഹീമോഗ്ലോബിനും റൈസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് അവര് ഫുഡിലെ കുറെ വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്യാൻ പറയും. മിക്കവാറും സ്ത്രീകളെല്ലാം ഞാൻ കാണുന്നിടത്തോളം ഈ പെയിലായിട്ടായിരിക്കും. നമ്മളെ കണ്ണുപിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പെയിലായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഇൻഫ്ലമേഷൻ ഓഫ് ദി യൂട്രസിന്റെ ഒരു ബെസ്റ്റ് മെഡിസിൻ സെപ്പിയയാണ്. സെപ്പിയ ഒരു ബെസ്റ്റ് മെഡിസിൻ ആണ്. പൊതുവെ ഡിസ്മെനോറിയയ്ക്ക് സെപ്പിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെപ്പിയ പേഷ്യൻസിന് ഈ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുതലായിരിക്കും, ഈസ്ട്രജൻ ലെവൽ കുറവായിരിക്കും. അത് ഈ പീരീഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഈസ്ട്രജൻ. പക്ഷെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ. അത് ചില പേഷ്യൻസിന് ഈ പ്രൊജസ്ട്രോൺ കൂടുതലായിരിക്കും. അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ സ്ഥാനത്ത് നമുക്ക് അതുപോലെ തന്നെ അത് കൊടുത്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് സാധാരണഗതിയിൽ ഈ കൺജസ്റ്റീവ് ടൈപ്പ് ആയിട്ട് വരുന്ന ഇതിനൊക്കെ നമ്മൾ കുറയാനായിട്ട് പെട്ടെന്ന് ഈ അനാൽജസിക് പോലൊരു മെഡിസിനാണ് നമ്മുടെ മാക്ഫോസ്. അത് മാക്ഫോസ് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ, മാക്ഫോസ് 3x ഒരു 15 തൊട്ട് 20 ഗുളിക എടുത്ത് ചൂടുവെള്ളത്തിലാക്കി ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഹാഫ് ആൻ അവർ ഇന്റർവെൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഈ അനാൽജസിക് പോലുള്ള ഇഫക്റ്റ് കിട്ടും. അതിന്റെ കൂട്ടത്തില് കൊളോസിന്ത് 3x കൊടുക്കണം, വൈബ്രിനം ഓപ്പിലസും കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണുന്നതായിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ബാക്കി പറഞ്ഞതൊക്കെ ഈ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രാക്സിനസ് ഒക്കെ നല്ല ആക്ഷനാണ്. ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഡിസ്മെനോറിയ ഡോക്ടറെ. നമ്മൾ ഒത്തിരി പേഷ്യൻസിന് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് വി മസ്റ്റ് ടേക്ക് ദ കേസ് കെയർഫുള്ളി ആൻഡ് എന്നിട്ട് അതിൻ്റെ സിംറ്റംസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ കൂടെ കോൺകോമിറ്റൻറ്റും ഒക്കെ നോക്കി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇതൊന്നൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ ഹരിഹരൻ സാറേ, അതുപോലെ ഇനി മറ്റു ഡോക്ടേഴ്സിനെല്ലാം എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. എല്ലാവരും റെഡിയാവുക. മനോജ് ഡോക്ടർ എന്തായാലും ഉണ്ട്, മനോജ് ഡോക്ടറോട് അത് ചോദിക്കാം. മാക്ഫോസ് CM നമ്മൾ പീരീഡിന്റെ ഒരാഴ്ച മുമ്പ് കൊടുക്കാമെങ്കിൽ പെയിനിന് കുറവ് കിട്ടും, നല്ല കുറവ് കിട്ടും. പിന്നെ നമുക്ക് പീരീഡിന് ഒരു 2-3 ദിവസം മുമ്പ് കൊടുക്കാം, നമുക്ക് പെയിൻ കുറവ് കിട്ടും. പിന്നെ നമുക്കൊരു ഇപ്പൊ നമ്മുടെ ഏഹിയ ഡോക്ടർ പറഞ്ഞില്ലേ, അതുപോലെ കുറെ ഇങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് ഇത് ഡ്രഗ്സ് ഒക്കെ മെഡിസിൻസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാം. അലട്രീസ്, ഒരു അനീമിക് യൂട്രസ് ആണെങ്കിൽ അലട്രീസ് കൊടുക്കാം. പിന്നെ നമുക്ക് അലട്രീസ് കൊടുത്തൊരു ടോണിക്കും കൂടിയാണത്.
പിന്നെ ഈ തിക്നെസ് ഓഫ് എൻഡോമെട്രിയം വരുമ്പോൾ ഫ്രാക്സിനസ്, പിന്നെ നമുക്ക് ബാക്ക് പെയിൻ സിവിയർ ആയിട്ട് വരുന്നൊരു ടോണിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഹെലോണിയസ് ടിഞ്ചർ. അതൊക്കെ കൊടുക്കും. പിന്നെ അനീമിക് ആണെങ്കിൽ നമുക്ക് ആൽഫാൽഫ കൊടുക്കാം. ആൽഫാൽഫയ്ക്ക് കൊടുത്താലും നമുക്ക് പെയിനൊക്കെ നല്ല റിലീഫ് കിട്ടും. പിന്നെ സബൈന, ഉള്ളില് മോൾസ് എന്തെങ്കിലും കളയുന്നതല്ലേ സബൈന, അത് നമുക്ക് കൊടുക്കാം. വൈബേർണ ഓപ്പലസ്, വൈബേർണ പ്രോണിഫോൾ, ഒരു റിക്കറന്റ് അബോർഷൻ വരുന്ന പേഷ്യൻസിലാണെങ്കിൽ വൈബേർണ പ്രോണിഫോളിയം, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് പറയാം. കോളോഫില അതൊക്കെ കൊടുക്കാം. ഞാൻ അതിന്റെ റീസൺസ്, നമ്മളൊരു ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ അതൊരു സിംറ്റം മാത്രമായിട്ട് എടുക്കാതെ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും കൂടെ നമ്മൾ ചെയ്തിരിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഈ ഖാണ്ഡവദാഹത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിനകത്ത് അർജുനന്റെ അസ്ത്രപ്രയോഗത്തെ പറ്റി ഇങ്ങനെ വാഴ്ത്തുന്നുണ്ട്. അത് മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ തൂകിത്തുടങ്ങി ശരങ്ങൾ നേരം എന്ന് പറഞ്ഞല്ല. ശാന്താചന്ദ്രൻ ഡോക്ടർ മരുന്നുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കൊന്നും പറയാം. എന്നിരുന്നാലും ഈ അശോക നല്ല മെഡിസിനായിട്ട് തോന്നുന്നു. അശോക നല്ല മെഡിസിനാണ്. പിന്നെ ഈ ട്യൂബർകുലീന പ്രത്യേകിച്ച് ഒരു ഒരു ട്യൂബർകുലർ ബാക്ക്ഗ്രൗണ്ടിലെ സ്യൂഡോസോറിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരിൽ കൂടുതൽ ഡിസ്മെനോറിയ കാണാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സോറ ഓർ ഡെഫിഷ്യൻസി മയാസ് എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഹരിഹർ സാർ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഈ എന്താ പറയുക ഈ അനീമിക്കാണെന്നുള്ളത്. അപ്പൊ അനീമിയ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ശരിക്കും മെജോറിറ്റിയിലും ഇൻടേക്ക് കുറവായതുകൊണ്ടല്ല, അബ്സോർഷൻ കുറവായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ആന്റി മയാസ്മാറ്റിക് മെഡിസിനുകൾ കൊടുക്കണം, നല്ലതായിരിക്കും. പിന്നെ സർവോപരി ഈ പഴയ കാലത്ത് അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു പെൺകുട്ടികളെ രാവിലെ എണീപ്പിക്കാനായിട്ട്. ഇപ്പൊ തിരിച്ചാണ്. എത്രയും തലതിരിവ് കാണിക്കാമോ അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ബയോളജിക്കൽ ക്ലോക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളുടെ ശരീരം നമുക്കറിയാമല്ലോ. 28 ദിവസത്തെ ഒരു സൈക്കിള് നോക്കുകയാണെങ്കിൽ ഡേ 1, 2, 3, 4 ഇങ്ങനെ വ്യത്യാസം ഓരോ ദിവസവും ബോഡിയിൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു മിസ്മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ട് ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ പല പ്രായത്തിലുള്ളവരുണ്ട്, അമ്മമാരുണ്ട്, അമ്മായിയമ്മമാരുണ്ട്, അമ്മമാരുണ്ട്. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഭക്ഷണം, ധാരാളം ഇറച്ചിയാണ്, പ്രത്യേകിച്ച് ചിക്കൻ, കോഴിയിറച്ചി. അത് ഹനുമാൻ പറയുന്നുണ്ട്. ഈ ചിക്കൻ കുഴപ്പമുണ്ടാകുന്നുണ്ട് ക്രോൺ ഡിസീസിൽ പറയുന്നുണ്ട്. അതുപോലെ സിനമോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഇതല്ല ബിരിയാണി, മസാല, ഒരുപാട് ഭക്ഷണം എല്ലാം തന്നെ പീരീഡ്സിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ സർവോപരി ഈ ദേഹം അനങ്ങി ജോലി ചെയ്യാറില്ല, ശരീരം അനങ്ങാറില്ല. അതിന് കാരണം വെച്ചാൽ എന്നിട്ട് ഈ ഫാറ്റ് കൂടുമ്പോഴത്തേക്ക് ഈസ്ട്രോജൻ കൂടുതൽ ഫാറ്റ് മെറ്റബോളിസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓവറിന്റെ ഫങ്ഷൻ ഡൗൺ ആവും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. എന്നിട്ട് കള്ളക്കേസുകളിലും കള്ള പീഡന കേസുകളും ഉണ്ടായി കുടുംബങ്ങൾ കുട്ടിച്ചോറാവും. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനമാണ്. സ്ത്രീസു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണ സങ്കര എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പറഞ്ഞ എന്തുകൊണ്ട് പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞു ചോദിക്കും, പക്ഷെ ഇതൊരു സത്യമാണെന്നുള്ളത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹൈജീനിക് മെഷേഴ്സും ഉണ്ട് ഡോക്ടറെ. ഇപ്പോഴത്തെ ഡ്രസ് ടൈറ്റ്സ് ഒക്കെ ഹൈജീനിക് മെഷേഴ്സ് ഓൾസോ റീസണാണ്. മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പം ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കേണ്ട സമയത്ത് തിരിച്ചാണ്. 12, 1 മണി, 2 മണി വരെയൊക്കെ എല്ലാവരും മൊബൈലും TV ഒക്കെ കണ്ടിരിക്കും, ഉറങ്ങൂല ഉറങ്ങേണ്ട സമയത്ത്. രാവിലെ സൂര്യ ഉദിച്ചാലും 8 മണി 9 മണി വരെ കിടന്നുറങ്ങുകയും ചെയ്യും. അതൊരു വലിയ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു ഭയങ്കര എന്താണ് ഡോക്ടറെ. ടി വി അല്ല ഇപ്പൊ കൂടുതൽ മൊബൈലാ ഡോക്ടർ. ടി വി ഒന്നും ആർക്കും വേണ്ട. അവർക്ക് ഒരു TV എന്ന് പറഞ്ഞതേ ഉള്ളു. അതുപോലുള്ള ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ഈ ദൃശ്യമാധ്യമങ്ങള് അതിന്റെ അതിപ്രസരമായിപ്പോയി. അത് മാത്രമല്ല, ഒന്നുമില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നടന്നു ഇരുന്ന് ഈ ഉറങ്ങേണ്ട സമയത്ത് ആളുകൾ ഉറങ്ങില്ല. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ടാവും. മെറ്റബോളിസം ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല. അതാണ് പ്രധാന ഒരു വിഷയം. സമയത്തിന് ഭക്ഷണം കഴിക്കത്തില്ല, കഴിക്കുന്ന ഭക്ഷണം ന്യൂട്രീഷ്യസ് അല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുന്ന മിക്കവാറും 9 മണിക്ക് ശേഷവും 9 മണിക്ക് ശേഷം 10 മണിക്ക്. ഇത് കണ്ടോണ്ടാ കഴിക്കുന്ന ഡോക്ടർ. ഇത് കണ്ടോണ്ടാ ചില പിള്ളേര് കഴിക്കുന്നത്. ഒരു കൈ മൊബൈല്, ഒരു കൈയില് ഭക്ഷണം. അത് ഈ
ആ വീട്ടിലെ പേരൻസും അതിനെ അനുവദിച്ചു കൊടുത്തിരിക്കുക. എന്ത് ചെയ്യാൻ? ഇതൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് അബ്രോമ റാഡിക്സ് നല്ലൊരു മെഡിസിൻ ആണ് ഇങ്ങനെ ഡിസ്മെനോറിയക്ക്. അബ്രോമ റാഡിക്സ്, സിംസിഫുക എല്ലാത്തരം ഡിസ്മെനോറിയക്കും വളരെ നല്ലതാണ്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ ആരെ ആക്ഷേപിക്കാൻ പറഞ്ഞാൽ, പക്ഷെ നമ്മൾ പറയല്ലോ അഫോർസ് 5 പറയുന്ന കാര്യങ്ങളാണ്. എക്സൈറ്റിംഗ് കോസും മെയിൻറ്റെയിനിങ് കോസും ഫണ്ടമെന്റൽ കോസും ഈ കാര്യങ്ങൾ നോക്കണം, നോക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ ഈ മെയിൻറ്റെയിനിങ് കോസ് കാലത്തിനൊത്ത് മാറ്റേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്തുള്ള മെയിൻറ്റെയിനിങ് കോസാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവരും വിമർശിക്കാനോ കളിയാക്കാനോ പറഞ്ഞതല്ല, അത് വളരെ പ്രധാനമാണ്. ഈ ഡയറ്റ് ആൻഡ് റെജിമെൻ, എക്സസൈസ്, ഇത് ഹെനിമാൻ ക്രോണിക്സിൽ പറയുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ സമ്പന്നത കൊണ്ട് അഴിഞ്ഞാടുന്ന മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. രാത്രി ഉറങ്ങാതിരിക്കുകയും മദ്യപിക്കുകയും കുടിച്ച് കൂത്താടുകയും ചെയ്ത് ആരോഗ്യം നശിക്കുന്നത് നൗ ബിക്കംസ് മിയർ സെംബ്ലൻസസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഹെനിമാൻ പറയുന്നുണ്ട്. അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഇപ്പൊ കാണുന്നത് ബാംഗ്ലൂർ മോഡൽ. ഈ സ്കിപ്പിങ് നല്ലതാ ഡോക്ടർ കേട്ടോ. അത് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, സ്കിപ്പിങ്. അവിടെ ആ യൂട്രസിന്റെ ആ ഭാഗത്ത് ഒരു എക്സർസൈസ് കിട്ടും കുട്ടികൾക്ക്. സിവിയർ പെയിൻ ഉള്ളവർക്ക് ആ പെയിൻ നിൽക്കണ പീരീഡിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന അന്ന് ഒരു ഡോസ് മെഡോറിനം 10mO CMO കൊടുക്കാമെങ്കിൽ അടുത്ത പീരീഡ് അങ്ങനെ പെയിൻ കുറവായിരിക്കും. ഇതൊക്കെ ആണെങ്കിലും അനാറ്റമിക്കലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ പെയിൻ മാറൂ. അനാറ്റമിക്കൽ ഡിഫക്റ്റ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് തീർച്ചയായിട്ടും. അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പീരീഡ്സ്, അതായത് പീരീഡ്സ് കമൻസ് ചെയ്ത് 96 hours കഴിഞ്ഞിട്ട് ആന്റിസോറിക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് 5ാം ദിവസം മാത്രമേ ശരിക്കും അത്തരം മെഡിസിൻ, ഡീപ്പ് ആക്ടിങ് മെഡിസിൻ കൊടുക്കാവൂ. അതുപോലെ തന്നെ പീരീഡ് സമയത്ത് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ നെക്സോമിക്ക, ബെൽഡോണ സൂപ്പർഫിഷ്യൽ ആക്ടിങ് മെഡിസിൻ മാത്രമേ കൊടുക്കാവെന്നും ഹോമിയോപ്പതി ക്രോണിക് ഡിസീസിൽ പറയുന്നുണ്ട്. അതെ, ഞാൻ പീരീഡ് തീരുന്ന ദിവസം കൊടുക്കാനാ പറഞ്ഞു. ഞാൻ കൊടുക്കുന്നതാണ്. ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം കൊടുക്കുമ്പോ നമുക്ക് അടുത്ത പീരീഡിന് അത്ര പെയിൻ വരും. ഇത് പറയുന്നത് 96 hours ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഈ പറഞ്ഞ ആന്റിസോറിക് മെഡിസിനെ കുറിച്ച്. It's always better to give medicine early morning, not an hour after before going to bed എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മറിയാമ്മ ജോൺ ഡോക്ടർ ഉണ്ട്, തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. മറിയാമ്മ ജോൺ ഡോക്ടർ ഉണ്ട് ഇവിടെ? ഉണ്ടോ? അല്ല, ആദ്യം കണ്ടില്ല. മറിയാമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും മറ്റു ഡോക്ടേഴ്സിനെല്ലാം, ഒരാൾക്കെന്നല്ല എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളോ? ക്രിസ്മസ് ഈവ് ആണ്, എല്ലാവർക്കും ജോലി തിരക്കുള്ള സമയമാണ്. എല്ലാരും വന്നല്ലോ. മറിയാമ്മ ഡോക്ടറെ, അല്പം താമസിച്ചാണ് കയറിയത്. അത് ആദ്യത്തെ ഒരു ഭാഗം കിട്ടിയില്ലായിരുന്നു. ഡിസ്മെനോറിയ അതുപോലെയൊക്കെ ന്യൂറോളജിക്കൽ ഡിസ്മെനോറിയ മുതലാണ് കേട്ടത്. പിന്നെ സംശയം ഞാൻ ചോദിക്കാം, ഒന്നൊന്നാ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ ഡോക്ടറെ, നോക്കി പോയി സംശയങ്ങളൊക്കെ. മറ്റു ഡോക്ടേഴ്സൊക്കെ ചിലപ്പോ ഈ പേരെ കാണത്തുള്ളൂ, ആളുകളൂടെ ഉണ്ടോന്ന് അറിയത്തില്ല. എല്ലാരും കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും നാളത്തെ. ഡോക്ടറെ, ഇത് കോൺകോമിറ്റന്റ് ആയിട്ട് ബ്രസ്റ്റിന് പെയിൻ വരുവാണെങ്കിൽ ഡോക്ടർ എന്ത് മരുന്നാ സാധാരണ കൊടുക്കുന്നത്? കുറെ പേര് പറയാറുണ്ട് മെൻസസിന് മുമ്പും കൊണിയം കൊടുക്കാം. പിന്നെ ബ്രസ്റ്റിന് പെയിനും ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് പെയിൻ പ്ലസ് ഹാർഡ്നെസ് ആൻഡ് പിന്നെ മുഖക്കുരും കൂടി ഉണ്ടെങ്കിൽ അസ്റ്റീരിയ റൂബൻ. അതെ. പിന്നെ ഇത് കാലിബ്രോമിന് നല്ല ആക്ഷൻ ഉണ്ട്. ഈ ബ്രസ്റ്റ് പെയിൻ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ ഫോറൻസിക് മെഡിസിൻ പഠിച്ചൊരു കാര്യം കൂടി ആഡ് ചെയ്യണം. അതായത് പല സ്ത്രീകളും ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ അത് ഇടതുവശത്തെ ബ്രസ്റ്റ് ആണോ എന്ന് നോക്കിക്കണം. കാരണം എന്ന് വെച്ചാൽ പലരും എന്തെങ്കിലും മനപ്രയാസം കൈ മുറുക്കി നെഞ്ചത്തിടിക്കും. അത് മിക്കവാറും ഇടതുവശത്തായിരിക്കും. അത് ചോദിച്ചോണം, കറക്റ്റ് ആയിരിക്കും. എനിക്ക് കുറെ കേസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ.
ആ, മനസ്സിലാവും. ഇടി സ്വന്തമായിട്ട് ഇടിക്കുന്നതായിരിക്കും ഇടതുവശത്തായിരിക്കുമെങ്കിൽ വലത്തെ അ- റൈറ്റ് ഹാൻഡ് അല്ല ഉപയോഗിക്കുന്നത് കൊടിയൻ ഡോക്ടർ ആദ്യം. ഡോക്ടർ മനോജിന്റെ ഒക്കെ എനിക്ക് പറയാനുള്ളതേ, ആ എന്റെ വീടിനടുത്ത് എന്റെ ഏർലി സ്റ്റേജിൽ, അതായത് ഒരു 10-12 വയസ്സുള്ളപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെപ്പോഴൊക്കെ വിഷമം വരുന്നോ അപ്പോഴൊക്കെ അവിടുത്തെ ഒരു കുളമുണ്ട്, നെഞ്ചത്തിട്ട് അടിക്കുകയും കുളത്തിൽ ചാടുകയും ചെയ്യും. മനോജ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ചിലപ്പോ അവരെ ഉദ്ദേശിച്ചായിരിക്കും മനോജ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അല്ല അതൊക്കെ കുറച്ച് പണ്ടല്ലായിരുന്നാ ഡോക്ടർ? ഇപ്പോഴും അങ്ങനെ ഇടിക്കുന്നുണ്ടോ നെഞ്ചത്തൊക്കെ? ഇപ്പൊ നമ്മളെ ഇടിക്കും അവര്. ശാന്തചന്ദ്രൻ ഡോക്ടർ, വലങ്കയ്യ രമാദേവി ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ടിനെ കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ഇടിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴുള്ളവര്. ഇപ്പോഴുള്ളവർ ഇടിക്കത്തില്ല ഡോക്ടർ, ഇപ്പോഴുള്ളവർ ഇടിക്കത്തില്ല. അവർക്ക് ഇടിക്കില്ല. അതിനെപ്പറ്റി കോൺഷ്യസ് ഉണ്ട്. മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ശാന്താചന്ദ്രൻ മാഡത്തിന്റെ എന്താ പറയുക, പകുതി പകുതി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അമ്പാടി അമ്മയെ ക്ഷണിക്കുകയാണ് അഭിപ്രായം പറയാൻ. അമ്പാടി ബാംഗ്ലൂരാ. ആണോ? അമ്പാടി അൺമ്യൂട്ട് ചെയ്ത് മാഡം, അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തേ? പക്ഷെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കോഹോസ്റ്റ് ആക്കിയാലോ? എനിക്ക് പറ്റത്തില്ല, ധനേഷ് ഡോക്ടറൊക്കെ പറ്റും. അമോണിയം കാർബ് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കംപ്ലൈന്റ്സും പറ്റുന്നില്ല. അമോണിയം കാർബ്. പിന്നെ കോളറ ലൈക്ക് സിംറ്റംസ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ബോവിസ്റ്റ പീരീഡിന് മുമ്പ് ഒരു ഡയറിയ വരിക, ബ്രോഡ് ലിഗമെന്റിലുള്ള സിസ്റ്റ്, അതിനൊക്കെ അങ്ങോട്ടെന്ന് പറയുന്നുണ്ട് രമ. കാണ്ടെന്ന് പറയുന്നത് കോഹോസ്റ്റ് ആക്കി നോക്കാൻ പറ്റുമെന്ന്. അത് ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഇല്ല, ഡോക്ടർ വേറെ ഫോണിൽ നിന്ന് കയറി നോക്കിയാണ്. പിന്നെ ഫോണിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഫോണിന്റെ റേഞ്ച് കാണൂലായിരിക്കും, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അമോണിയം കാർബ് അമോണിയം കാർബ് ത്രൂ ഔട്ട് പെയിനും ഇതൊക്കെ പറയുന്നത് അമോണിയം കാർബ് വളരെ നല്ല മെഡിസിനാണ്. പിന്നെ ബോവിസ്റ്റ നമുക്ക് പീരീഡിന് മുമ്പ് ഒരു ഡയറി ഒക്കെ പറയില്ലേ, ബ്രോഡ് ലിഗ്മെന്റിൽ ഉണ്ടാവുന്ന ട്യൂമറിനൊക്കെ ഇത് ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, അപ്പൊ അതിന് ഇത് നല്ലതാ, ബോവിസ്റ്റ നല്ലതാ. പിന്നെ വരുന്നത് ബോവിസ്റ്റ, അമോണിയം കാർബ്, കോളോഫിലം വരാം. കോളോഫിലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ഭയങ്കര സിവിയർ പെയിൻ വന്നിട്ട് കിച്ചണിൽ കയറാൻ പറ്റണ്ട ഡോക്ടറെ, ഛർദിക്കാൻ പറ്റും. കോൾസിക്കമാണ് കൊടുത്തത്, ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. ഒറ്റ ഡോസേ കഴിക്കേണ്ടി വന്നുള്ളൂ. അത് പിറ്റേന്നല്ല അന്ന് തന്നെ ഓഫീസിൽ. മാഡം, അമ്പാടിയമ്മയുടെ ഫോണ് കറക്റ്റ് ആയി. ഒന്ന് ഹായ്. ഞാൻ പള്ളിയിലായിരുന്നു. ശരി ശരി. എനിക്ക് മറ്റേ ഫോണിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല, വേറെ ഫോണിൽ നിന്നാ ഇപ്പൊ വിളിക്കുന്നത്. ഞാൻ പള്ളിയുടെ വെളിയിൽ വന്നതാണ്. ശരി, പള്ളിയിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ക്ലാസ് കേട്ടില്ല? ഒന്നും കേൾക്കാൻ പറ്റില്ല എനിക്ക്. ശരി, അപ്പൊ ഒന്ന് പ്രസൻസ് മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ ദ പ്രസൻസ്. അപ്പോഴേ ഡോക്ടറെ, ഈ പള്ളിയിൽ മുട്ടൂത്ത് നിൽക്കുമ്പോ അൺകോൺഷ്യസ് ആവുന്ന മെഡിസിൻ ഉണ്ടല്ലോ, അതാ ഡോക്ടറെ? ഏതൊരു മെഡിസിൻ നീലിംഗ് അറ്റ് ചർച്ച്? കേട്ടൂടാ, എനിക്ക് ഒന്നും പറയണേ കേട്ടൂടാ. ഞാൻ എന്റെ ആകാംക്ഷ കൊണ്ട് കേറുകയാണ്, വെറുതെ കാണാലോ എന്ന് വിചാരിച്ചിട്ട്. ശരി, അപ്പൊ ഇനി മെനോപോസൽ ടൈമിലുള്ള സിവിയർ പെയിൻ ഇപ്പൊ സോർണം കൊടുക്കാം കേട്ടോ. പിന്നെ പൾസാറ്റില് നമുക്കറിയാലോ, കുട്ടികൾക്കും എല്ലാവർക്കും പൾസാറ്റില്
പൾസാറ്റില, സെൻസിഫുക എല്ലാം. ലിലിയം ടിഗ് ഒരു ന്യൂറോളജിക്കൽ നെർവസ് ഡിസ്മെനോറിയക്കുള്ളത് ലിലിയം ടിഗ്. പൾസാറ്റിലെ സൈക്ലാമിനും ചെറിയ വ്യത്യാസമല്ല. സൈക്ലാമിന് തലവേദനയോട് കൂടിയിട്ട് വരികയാണെങ്കിൽ സൈക്ലാമിൻ കൊടുക്കാം. മൊഡാലിറ്റി വ്യത്യാസമാണെന്നുള്ളൂ. ഒന്ന് ഹോട്ടാണെങ്കിൽ മറ്റേ ചില്ലിയല്ലേ പൾസാറ്റിലെ. പൾസാറ്റിലെ ഹോട്ടും പൾസാറ്റില. ബ്രസ്റ്റ് പെയിൻ പറഞ്ഞപ്പോഴത്തേക്കും സാബൽസെറിലാറ്റ് തിന്നായിട്ടുള്ള മെലിഞ്ഞ കുട്ടികൾക്ക് സാബൽസെറിലാറ്റ് കൊടുത്താലും നല്ലത്. സാബൽസെറിലാറ്റ് അയഡം പറയില്ലേ, വെഡ്ജ് ലൈക്ക് പെയിൻ എന്ന് പറയില്ല അയഡത്തിന്. കുത്തി പറിക്കണ പോലത്തെ വേദന പറയുന്നത് സാബൽസെറില ഇത് അയഡ. പക്ഷെ അയഡത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല വണ്ണം ഉള്ളവരാണെങ്കിലോ. വണ്ണമൊക്കെ വരുവാണെങ്കിൽ അപ്പൊ നമ്മള് മെഡിസിൻ മാറും. കൽക്കേരിയ കാർബുണ്ട്, കൽക്കേരിയ കാർബ് കൊടുക്കും. കൊണിയം കൊടുക്കാമോ? കൊണിയം ബ്രസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ കൊണിയം കൊടുക്കും. പിന്നെ ഈ പീരീഡിന് തുടങ്ങുന്നത് എങ്ങനെയാ ചോദിക്കില്ല. അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് തുടങ്ങാന്ന് പറയുന്നത് ബിറാട്രം വിറൈഡ് കൊടുത്താൽ സ്ട്രാങ്കുറി മൂത്രച്ചൂട് എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് ഈ ഇത് കൊടുക്കാം. ബിറാട്രം വിറൈഡ് നല്ല മെഡിസിനാണ്. ഈ വേദനയോടുകൂടി ഭയങ്കര ബ്ലീഡിങ് കൂടെ ഉണ്ടെങ്കിൽ സിംസിഫുക, സബൈന. ലാക്കസിസ് വരും, സെനീഷ്യോ ഒരു ജനറൽ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന. സെനീഷ്യോ കൊച്ചു പിള്ളേർക്കും കൊടുക്കാം, പ്രായമുള്ളവർക്കും കൊടുക്കാം. അതെ. സെനീഷ്യോ എന്തിനു കൊടുക്കാന്ന് പറഞ്ഞ്? സിവിയർ പെയിൻ വിത്ത് ബ്ലീഡിങ്. മോർ ദ പെയിൻ മോർ ദ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംസിഫിക്കുകയാണ് അതിന് പറയുന്നത്. പിന്നെ ബ്ലീഡിങ് തുടങ്ങി കഴിയുമ്പോൾ മാറി എന്ന് പറയുമ്പോൾ ലക്കേസിസ്. പിന്നെ നല്ല ക്ലോട്ട്സ് ഉണ്ടെങ്കിൽ നല്ല ക്ലോട്ട്സ് ട്രില്ലിയം, തലാപ്സി, വൈബർണം സാന്തോക്സൈലം പറഞ്ഞു ശാന്തോസൈലം പറഞ്ഞു. സാന്തോസൈലൊക്കെ ടിഞ്ചറാണോ കൊടുക്കുന്നത്? അവിടെ ഈ സ്പോട്ടിങ്ങിന്റെ കാരണം തന്നെയാണ്. ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ടല്ലോ. സ്പോട്ടായിട്ട് വന്നിട്ട് 3-4 ദിവസം വരുമ്പോഴത്തേക്ക് അത് പ്രൊജസ്ട്രോണിന്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഫെറമെറ്റാണ് അതിന്റെ മെഡിസിൻ. സ്പോട്ടിമെൻസസ്. യൂഫ്രേഷ്യ ഈ ക്ലോട്ട്സ് വരുന്നതിനെ യുസ്റ്റിലാഗോ ടിഞ്ചർ ട്രൈ ചെയ്യും. യുസ്റ്റിലാഗോ ഉണ്ട്. പോളിപ്പസും ഫൈബ്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വരും. പറഞ്ഞു. ഈ മെട്രേജി ഒക്കെ ഉണ്ടെങ്കിൽ തലാപ്സി ടിഞ്ചർ. പിന്നെ ഹമാമിലിസ, മില്ലിഫോളിയം, തലാപ്സി നല്ല പ്രയോജനകരം. പിന്നെ വൈബർണം കുപ്രമെറ്റ് ഉണ്ട്. ഭയങ്കര ക്രാംസ് ഉണ്ടെങ്കിൽ കുപ്രമെറ്റ്, വിറാട്രം ആൽബ്. ഈ ഡോക്ടർ ഈ ഓവറൈറ്റ്സിനെ കാൽക്കേരിയ കാർബ് നല്ല മെഡിസിൻ ആണ്. ഓവറൈറ്റ്സിലെ കൽക്കരിയ അയഡൈഡും നല്ലതാണ്. കൽക്കരിയ അയഡൈഡ്
രമാദേവി ഡോക്ടറെ ഫോണുമായിട്ട് നടക്കുകയാണെന്ന് നമുക്കത് മതിയാക്കാം. ഡോക്ടറെ മതിയായിക്കോ. പലയിടത്തും മറിഞ്ഞ് വീണ കോളുണ്ട്. കുറെ നേരമായിട്ട് ഫോൺ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? ഇത് എവിടെയാ നടക്കുകയാണ് ഡോക്ടർ ഫോണുമായിട്ട്? അത് തന്നെ ശരിയാണ്. പള്ളി ഞാൻ അതെ, അതും ഡോക്ടർ ഞാൻ ഒന്നിനും അവിടെ ഇറങ്ങട്ടെ. നിൽക്കുക. ഞാൻ വെളിയിട്ടേക്ക് ശാന്ത, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ശരി ആ, ശരി. താങ്ക് യു വളരെ താങ്ക് നന്ദി. യു. ഹാപ്പി വളരെ ക്രിസ്മസ്. വളരെ നന്ദി. അതെ, ബാംഗ്ലൂരില് പള്ളിയിൽ നിന്ന് പുറത്തു ചാടി നമ്മളെ ക്ലാസിന്റെ സമയത്ത് അതെ. വന്നതിന് വളരെ വളരെ നന്ദി. സെഡ്രോൺ ഒരു നല്ല മെഡിസിൻ ആണ്. എല്ലാ പീരിയോഡിക്കൽ അല്ലേ നമ്മൾ പറയാം. സെഡ്രോൺ പിന്നെ ഒരു ഇതെന്ന് വെച്ചാല് അവരുടെ കറക്റ്റ് മെൻസസ് ആയിരിക്കും. മെൻസസും കറക്റ്റ് ആയിരിക്കും, വേദനയും കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ സെക്കൻഡ് ഡേ ആണെങ്കിൽ ചിലർക്ക് എല്ലാ ദിവസവും സെക്കൻഡ് ഡേ ആയിരിക്കും, അല്ല ചിലർക്ക് ഫസ്റ്റ് ഡേ ആയിരിക്കും. അങ്ങനെ ആ പീരിയോഡിസിറ്റി വളരെ ഇതായിട്ട് കാണും ഈ സീഡ്രോണില്. അതെ. പിന്നെ പീരീഡ് വരുന്നുള്ള തോന്നലും വേദനയും വരുമ്പോഴത്തേക്കും നമുക്ക് ഗോസിപ്പിയം കൊടുക്കാം. പൾസാറ്റിലെ ടിഞ്ചർ കൊടുക്കാം. പക്ഷെ അവര് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്യുന്നവരായിരിക്കരുത്. അതെ. അമ്പാടിയമ്മയെ കണ്ടിട്ട് കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അത് പൊട്ട് തൊടാത്തോണ്ടാവളെ, പള്ളിയിലൊന്നുമല്ല, അപ്പൊ പൊട്ട് തൊട്ടില്ല. അതാണോ? ശാന്താഞ്ചിയാണ്. ഓക്കെ. അപ്പം വളരെ എന്തായാലും ഒത്തിരി മെഡിസിൻസും ഒത്തിരി എന്താണ് ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് കിട്ടി. ഇനി ആർക്കെങ്കിലും ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഏകദേശം ഫിയർ ഓഫ് മെൻസ്ട്രൽ പെയിൻ ആന്റിടാർട്ട്. ഒരു ബാക്ക് പെയിൻ ഉള്ള പേഷ്യന്റ് ആണ്, ലംബാഗ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഫിയർ ഓഫ് എങ്കിയോ പീരീഡ് വരുന്നത് ഓർക്കാൻ പോലും വയ്യ, എനിക്കങ്ങ് പേടിയാന്ന് പറയും, നമുക്ക് ആന്റിടാർട്ട്. പിന്നെ വേറൊരു ഇതുണ്ട്, സിവിയർ പെയിൻ. ഈ മെനോപോസൽ പീരീഡില് സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ക്രിയോസോട്ട് 10 കാസിയോസപ്പോറോ ടിഞ്ചറും, നമ്മുടെ മരിച്ചുപോയ കാളിദാസിന്റെ ടിപ്പാണ്. 99% എനിക്കൊരു ചന്തയ്ക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. മെനോപോസൽ ബ്ലീഡിങ്ങിന് ക്രിയോസോട്ടം 1, പിന്നെ കാസിയോസപ്പോറോ ടിഞ്ചർ. പെയിൻഫുള്ളും ആയിരിക്കും, ബ്ലീഡിങ്ങും ഉണ്ടാവും. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം ഫോസ്ഫറസിന്റെ ആയിരിക്കും. ഫോസ്ഫറസ് ലീൻ തിന്നാണ്. ഇവര് ക്രിയോസോട്ട് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും, പക്ഷെ കുറച്ചും കൂടി ഒബേസ് ആയിരിക്കും, കുറച്ചും കൂടെ ഇതുണ്ടാവും, വണ്ണം ഉണ്ടാവും. ഫോസ്ഫറസ് പോലെ ആയിരിക്കില്ല. ഓക്കെ. നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ പ്രയോജനകരമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ മാഡത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ മറിയാമ്മയെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. നമ്മള് തമ്മിൽ നന്ദി പറഞ്ഞില്ലേലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റൂലല്ലോ. എന്തായാലും ക്രിസ്മസ് ദിനത്തില് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി ഞാൻ പറയുക. എന്തായാലും നന്ദി പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയധികം അറിവുകൾ ഞങ്ങൾക്ക് തരുന്നു. കാര്യം അറിയാൻ, മെഡിസിനുകൾ അറിയാന്ന് പറഞ്ഞാലും തക്ക സ്ഥലത്ത് പ്രയോഗിക്കാനാണ് അറിഞ്ഞുകൂടാത്തത്. അതിനുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് തന്നതിനും ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ തരുന്നതിനും ശാന്തചന്ദ്ര മാഡത്തിന് 1000 നന്ദികൾ അറിയിക്കുകയാണ്. വീണ്ടും ഇനിയുള്ള ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി ഒരാളൂടെ ഉണ്ട്. മനോജ് ഡോക്ടറുണ്ട്, ഹരിഹരൻ സാറുണ്ട്. അങ്ങനെ കൂടുതൽ അറിവുകൾ തന്ന ഹരിഹരൻ സാറിനും മനോജ് ഡോക്ടറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. രമാദേവി അമ്പാടി മാഡത്തിന് നന്ദി അറിയിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ആ നടക്കുന്ന വഴിയും അത് നിർത്തുകയെന്ന് പറഞ്ഞിട്ട് പോലും പറ്റാത്തൊരു സ്റ്റേജിലാണ് മാഡത്തിനുള്ളത്. മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സൂവിൽ പങ്കെടുക്കുന്ന എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ അറിയാമോ, ഡോക്ടർ മനോജ് ഈ ഭഗവത്ഗീതയും ഓർഗനോണും കൂടെ ലിങ്ക് ചെയ്ത് ഒരു ക്ലാസ് അത് പരിഗണിക്കും. ഞാൻ സപ്പോർട്ട് ചെയ്യാം മനോജെ.
ആ. വീട്ടിൽ ചെന്നിട്ട്. അതായത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും നമ്മുടെ ഓർഗനോണിലെ ഇതും കൂടെ ചേർത്ത് എവിടൊക്കെയാണോ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു ക്ലാസ് മലയാളത്തിൽ ഡോക്ടർ മനോജ് മലയാളത്തിലെടുക്കും. കാര്യം ഇംഗ്ലീഷിൽ അത് ഒരാൾ എടുത്തിട്ടുണ്ട്. ഏതോ ഒരു ഡോക്ടർ, നോർത്ത് ഇന്ത്യൻ ഡോക്ടർ നമ്മളെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഡോക്ടർ മനോജ് എടുക്കുകയാണെങ്കിൽ അത് കുറെ ഭംഗിയാകും. മലയാളത്തിൽ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫിലോസഫിക്കൽ അല്ലേ, ഇറ്റ് ഈസ് നോട്ട് റിലീജിയസ്, ബട്ട് യു ക്യാൻ ഡു ഇറ്റ് ആസ് ഫിലോസഫിക്കൽ. ഓർഗനോണുമായിട്ട് ലിങ്ക് ചെയ്ത് എടുക്കുക. വെച്ചാൽ ഡോക്ടർ മിക്കവാറും എല്ലാം ഈ ഗീത കോപ്പി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്ലോകങ്ങളൊക്കെ ചെല്ലുമ്പോ കുറച്ചൊന്ന് സ്ലോലി ഒന്ന് പതുക്കെ സ്പീഡ് കുറച്ച് നമുക്കൊക്കെ ഒന്ന് മനസ്സിലാവാത്ത കോണവും കൂടെ ചെല്ലണമെന്നുള്ള ഒരു പോസ്റ്റ് കൂടിയുണ്ട്. എന്തായാലും അല്ല, അതൊക്കെ ചെയ്യും ഡോക്ടർ മനോജ്. അതിനകത്തൊക്കെ എക്സ്പെർട്ടാണ്. അല്ല, ഈ ശ്ലോകങ്ങളിൽ മറിയമ്മ ഡോക്ടർ പറഞ്ഞു തീർന്നായിരുന്നോ? തീർന്നു. ഓക്കെ. അപ്പൊ ഹരിഹരൻ സാറിന്റെ റിക്വസ്റ്റ് മനോജ് ഡോക്ടർ പരിഗണിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ശാന്താചന്ദ്രൻ മാഡത്തിന്, അമ്പാടി മാഡത്തിനും സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവർക്കും മെറി ക്രിസ്മസ്. വിഷ് യു ആൾ മേരി ക്രിസ്മസ്. ഹാപ്പി മെറി ക്രിസ്മസ് എല്ലാവർക്കും. ടേക്ക് കെയർ. ഓക്കെ.